എവറസ്റ്റ് പോലെയുള്ളൊരു പർവ്വതത്തിൽ നമ്മൾ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ഹെൽത്ത് ഡിറ്റീരിയറേറ്റ് ആയിക്കൊണ്ടിരിക്കും, ഹെൽത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആരോഗ്യം കുറയുമ്പോൾ ബേസിക്കലി നമുക്ക് മൈൻഡും കൃത്യമായിട്ട് വർക്ക് ചെയ്യത്തില്ല, നമുക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല, ഭക്ഷണം കഴിക്കാൻ പോലും തോന്നത്തില്ല. ഈ ഒരു സാഹചര്യമാണ് നമ്മളെ പലരെയും തിരിച്ച് താഴേക്ക് എത്തിക്കുന്നത്. ഈ ഒരു സാഹചര്യം ഓവർകം ചെയ്താൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. പത്ത് നില കെട്ടിടത്തിൻ്റെ വലിപ്പമുള്ള 1,00,000 കല്ലുകൾ കിടക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ 10 നില കെട്ടിടത്തിന് മണ്ടയ്ക്കൂടെ കയറി ഇറങ്ങി വേണം നമുക്ക് പോകാൻ. ഡയറക്റ്റ് നടന്നു പോകാൻ പറ്റത്തില്ല. ആ റീജിയൻ ക്രോസ് ചെയ്യുന്നതാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രശ്നം. ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസുകളാണ്. പിന്നെ ഒരുപാട് കുഴികളുണ്ട് അവിടെ. ഷോർട്ട് കട്ട്സും അങ്ങനെയൊന്നുമില്ല. ഇത് ഒറ്റ കട്ടേ ഉള്ളൂ, ഈ കട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഷോർട്ട് കട്ടുകളൊന്നുമില്ല. ഈ വെതർ മേളിൽ ക്ലിയർ ആവുന്ന സമയത്ത് നമ്മൾ നടന്ന് മേളിലേക്ക് പോകും, എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് തിരിച്ചു വരും. ഇതാണ് എവറസ്റ്റ് എക്സ്പെഡീഷൻ. എവറസ്റ്റ് പോലെ തന്നെ ഈ 8,000 മീറ്റർ ലെവലുള്ള 14 പീക്കുകളുണ്ട് ലോകത്ത്. 8,000 മീറ്റർ ലെവലുള്ള 14 പീക്കുണ്ട്. ഈ 14 പീക്കുകളും പോകണമെങ്കിൽ ഇത് തന്നെയാണ് പ്രൊസീജിയർ. എനിക്ക് ഈ പറയുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമനറി എഡീമ പിടിച്ചു. നിമോണിയ പോലത്തെ ഒരു അസുഖമാണ്. നമ്മൾ ചുമച്ച് കഴിയുമ്പോൾ നമുക്ക് പിങ്ക് സ്പൂട്ടം പുറത്ത് വരും. മീൻസ് നമ്മൾ ചോര ഛർദ്ദിക്കാമെന്ന് നമുക്ക് തോന്നും. ഹിലാരി സ്റ്റെപ്പിൻ്റെ. അപ്പോൾ അതുവഴി പോകാൻ ഇച്ചിരി പാടാണ്. 2 പ്രാവശ്യം ഉരുണ്ടടിച്ച് വീണു. ഒരു പ്രാവശ്യം ഞാൻ അവിടെ കിടന്ന ഡെഡ് ബോഡിയുടെ മേളിലോട്ട് വീണു. ഈ ഡെഡ് ബോഡിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഡെഡ് ബോഡി അവിടെ കിടക്കണം. പോകുന്ന വഴിക്ക് പല ഡെഡ് ബോഡികളും ഉണ്ട്. ഇതൊക്കെ കാണാം. അത് മരിച്ചു കിടക്കുന്നവരാണല്ലോ. ഞാനും ഏകദേശം 200ഓളം ഡെഡ് ബോഡികളോടെ ഉണ്ട്. ഞാൻ 201ാമത്തെ ആളാവേണ്ട ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അത് ഡെഡ് ബോഡി ആവാതെ തിരിച്ചു വന്നുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഈ കഥകൾ പറയാൻ പറ്റുന്നത്. മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റിൻ്റെ അൺലിമിറ്റഡ് ടോക്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു ഗസ്റ്റാണ് ഷെയ്ഖ് ഹസൻ ഭായ്. അദ്ദേഹത്തോടെ ഇത് വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. ഹസൻ ഭായ്, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ആദ്യമായിട്ട് എന്നെ ഷോയിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി. പിന്നെ ഇപ്പോൾ ദുബായിലാണുള്ളത്. ഇവിടെ 2-3 പ്രോഗ്രാമുകൾക്ക് വേണ്ടി വന്നതാണ്. അടുത്തത് ഓസ്ട്രേലിയയിലേക്കുള്ളൊരു യാത്രയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ 6 കോണ്ടിനെൻസിലെ ഹയസ്റ്റ് പീക്സ് ഇപ്പോൾ കയറി കഴിഞ്ഞു. 7ാമത്തത് ഓസ്ട്രേലിയയാണ്. അപ്പോൾ അങ്ങോട്ടുള്ളൊരു പ്രയാണത്തിലാണ്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളിവിടെ കണ്ടുമുട്ടുന്നത്. ഈ മൗണ്ട് എവറസ്റ്റ് കയറാനുള്ള കാരണം അത് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള പ്രിപ്പറേഷൻ എടുക്കാതെ ഒരിക്കൽ എടുത്ത് ചാടി പുറപ്പെട്ടതാണെന്ന് കേട്ടിരിക്കുന്നു. അതെ. എങ്ങനെയാണ് അതിൻ്റെ പിന്നിലുള്ള കഥ? അതൊരു വലിയ സ്റ്റോറിയാണ്. ഞാൻ നാട്ടിൽ ഗവൺമെൻറ് ജോലിയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ എനിക്ക് ഡെപ്യൂട്ടേഷൻ കിട്ടി. ഞാൻ അവിടെ വന്നു. അതിൻ്റെ കാരണം സിവിൽ സർവീസുകാരനാവണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരുന്നു. ഒരു പോലീസുകാരനാവണമെന്നായിരുന്നു ആഗ്രഹം. അത് IPS കാരനാവണം. കാരണം എനിക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസൊക്കെ കിട്ടിയതായിരുന്നു. എനിക്ക് IPS കാരനാവണം എന്നുള്ള ആഗ്രഹത്തിന് ഞാൻ ഡൽഹിയിൽ വന്നു. 2-3 വർഷം കഠിനമായിട്ട് പ്രയത്നിച്ചു. അപ്പോൾ അത് പാസ്സാകാൻ പറ്റിയില്ല. ഞാൻ തിരിച്ചറിഞ്ഞു എനിക്കത് പറ്റത്തില്ല എന്ന് തിരിച്ചറിഞ്ഞു. ആ സമയങ്ങളിലൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പോഴും യാത്രകൾ ചെയ്യാറുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് ഒരു പ്രാവശ്യം ഡാർജിലിങ്ങിലെത്തി. ഡാർജിലിങ്ങിൽ ഒരു മൗണ്ടനറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, HMI, ഹിമാലയൻ മൗണ്ടനറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് ടെൻസിങ് നോർഗെ അദ്ദേഹം സ്ഥാപിച്ചൊരു സ്ഥാപനമാണ്. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥാപനം കാണുന്നത്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അപ്പോൾ അതിൻ്റെ പുറത്തൊരു ക്ലൈമ്പിംഗ് വാളുണ്ട്. അപ്പോൾ ആ ക്ലൈമ്പിംഗ് വാളിലൊക്കെ വലിഞ്ഞു കയറി ആദ്യമായിട്ടാണ് 30 വയസ്സുള്ള സമയത്ത് ആദ്യമായിട്ടാണ് ഒരു കേരളത്തിൽ നിന്ന് ഒരാൾ ഇത് കാണുന്നത്. അപ്പോൾ അതിനോടൊരു കൗതുകം തോന്നി. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഇവിടെ എന്താണ്, എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുന്നത്, ഇവിടെ ആർക്കാണ് പഠിക്കാൻ പറ്റുന്നതെന്നൊക്കെ. അഡ്മിഷൻ കിട്ടാൻ ഇച്ചിരി പാടാണ്. കാരണം ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിൽ അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഉത്തരകാശിയിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനറിങ്. അപ്പോൾ അവിടെ കുറച്ച് ബുദ്ധിമുട്ടി അഡ്മിഷൻ എടുത്ത് 1 മാസത്തെ കോഴ്സ് ഞാൻ പഠിച്ചു. പ്രിപ്പറേഷൻ എങ്ങനെയാണ് നമ്മൾ ക്ലൈം ചെയ്യേണ്ടത്, എങ്ങനെ സംഭവം അല്ല എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാ. ഈ കോഴ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയതാ. കൗതുകത്തിന്റെ പുറത്ത് പോയതാ. 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ മൗണ്ടനറിങ്ങിനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ അത്ര നാളും വിചാരിച്ചിരിക്കുന്നത് ട്രക്കിങ് തന്നെയാണ് മൗണ്ടനറിങ്, അല്ലെങ്കിൽ ഇതുപോലെ വലിയ ക്ലൈംബേഴ്സൊക്കെ എന്താ പറയുക, അവർ ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ എക്യുപ്മെൻറ്റ്സ് എന്താണ് യൂസ് ചെയ്യുന്നത്,
അവർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ചിന്തിച്ചിട്ടുമില്ല ഈ ഫീൽഡിനെ കുറിച്ച്. ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ക്ലാരിറ്റി കിട്ടി. മൗണ്ടനേഴ്സ് എന്താണ് ചെയ്യുന്നത്, വാട്ട് ദേ ആർ ഡൂയിങ്, പിന്നെ ഹൗ വി ക്യാൻ ഡു മൗണ്ടനറിങ്. അപ്പോഴും എനിക്ക് എവറസ്റ്റ് ഒന്നും എൻ്റെ മനസ്സിലില്ല. അതാദ്യമേ ഞാൻ ചെയ്തു, 2017-18 സമയത്ത് ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് 2022 ഇന്ത്യയുടെ 75ാമത് സ്വാതന്ത്ര്യ വാർഷികം ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പോകുന്നു. ആസാദി കാ അമൃത് മഹോത്സവം എന്നുള്ള പേരിൽ ആഘോഷിക്കാൻ പോകുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അവിടെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഡൽഹിയിൽ നല്ലൊരു സുഹൃത്തുക്കളുടെ ഒരു വലയമുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് കൂടും, ഇരുന്ന് സംസാരിക്കുകയും ചർച്ചകൾ ചെയ്യുകയും ചെയ്യും. വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ചർച്ചകളാണ് ആ സമയം നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു പ്രാവശ്യം ഞാനിങ്ങനെ പറഞ്ഞാൽ 75ാമത് സ്വാതന്ത്ര്യ വാർഷികം വരികയാണ് 2022, എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഓരോരുത്തരും ഓരോ ഐഡിയ പറഞ്ഞു. അപ്പോഴത്തെ ഞാൻ മൗണ്ടനറിൻ്റെ കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു, എന്നാൽ പിന്നെ നീ എവറസ്റ്റ് കയറാൻ നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ല. അതൊരു കളിവാക്ക് പോലെ നമുക്കിതൊരു ചിന്തയിലും ഇല്ലല്ലോ. എവറസ്റ്റ് കയറുക എന്ന് പറഞ്ഞാൽ മലയാളി ഒരു കേരളത്തിൽ നിന്ന് ഒരാൾ എവറസ്റ്റ് പോകാൻ നേപ്പാളിൻ്റെ ഏതോ അറ്റത്തിരിക്കുന്ന ഒരു കൊടുമുടി, ലോകത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള കൊടുമുടി കയറുക എന്നുള്ള ചിന്ത എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ല. അപ്പോൾ ആ ഒരു ചോദ്യം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ചോദിച്ചത്. ആ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ കിടന്നിട്ട് ഞാൻ 2-3 ദിവസം ആലോചിച്ചു. ശരിയാണല്ലോ, എന്നാൽ പിന്നെ അത് ട്രൈ ചെയ്തല്ലോ. കാരണം മൗണ്ടനറിങ് എന്താണെന്ന് ഞാൻ പഠിച്ച് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലൊക്കെ എനിക്ക് കിട്ടിത്തുടങ്ങി. പക്ഷേ ഇത്രയും വലിയൊരു എക്സ്പെഡീഷൻ എടുത്തു വെക്കാൻ എനിക്ക് ചെയ്യാനുള്ള ഫിസിക്കലി, മെൻ്റലി, പിന്നെ ഫിനാൻഷ്യലി ഉള്ള കണ്ടീഷൻ ആയിട്ടില്ല. ആ ഒരു ചോദ്യമാണ് ബേസിക്കലി എവറസ്റ്റിലേക്ക് എന്നെ എത്തിച്ചതെന്ന് ബേസിക്കലി പറയാം. അപ്പോൾ അതിനുശേഷം അത് സീരിയസ് ആയിട്ട് എടുക്കുകയും പിന്നെ അതിന് വേണ്ടി ഏകദേശം ഒരു 5 years പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു. 5 years പല ട്രെയിനിങ്ങുകൾ ചെയ്തു, പല മൗണ്ടൻസ് ഇന്ത്യയിലേക്ക് കയറി. അതൊക്കെ ഡൽഹിയിൽ തന്നെയാണോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലാണ്? ട്രെയിനിങ് ഒക്കെ എല്ലാം നമ്മുടെ ഹിമാലയ ഉള്ള സ്റ്റേറ്റ്സിലാണ്. ഉത്തരാഖണ്ഡിലും പിന്നെ ഹിമാചലിലും പിന്നെ ഡാർജിലിംഗിലും ഒക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് മൗണ്ടൻസും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു 5000 മീറ്റർ കയറി, 6000 കയറി, 7000 മീറ്റർ ഉണ്ട്, ഒരു സതോപന്ത് എന്ന് പറഞ്ഞൊരു പീക്കുണ്ട്. അപ്പോൾ അതും കൂടെ കയറി കഴിഞ്ഞിട്ടാണ് ഞാൻ ആഫ്രിക്കയിലെ ഹയസ്റ്റ് പീക്ക് മൗണ്ട് കിളിമഞ്ചാരോ കയറാൻ പോകുന്നത് 2021. മൗണ്ട് കിളിമഞ്ചാരോ എന്ന് പറയുന്നത് ഒരു ട്രെക്കിംഗ് പീക്കാണ്. അപ്പോൾ ആൾക്കാരൊക്കെ എന്താ പറയുക, മൗണ്ട് കിളിമഞ്ചാരോ കീഴടക്കി എന്ന് പറയുമ്പോഴും അതൊരു 8 ദിവസം കൊണ്ട് സാധാരണ ഒരു ഫിറ്റ്നസ് ഉള്ള ഒരാൾക്ക് നടന്നു കഴിഞ്ഞാൽ അവിടെ എത്താം. അത് കയറിയെന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ എവറസ്റ്റ് കയറുന്നതിൻ്റെ ഒരു 100 എഫേർട്ട് പോലും വേണ്ട. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഇനി എങ്ങനെ എവറസ്റ്റ് കയറാൻ പറ്റും, നമ്മുടെ ബോഡി മൈൻഡ് എങ്ങനെ അങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, അങ്ങനെ ജോലിക്കിടയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾ സെക്രട്ടറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്? ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുക, ഡൽഹി കേരള ഹൗസിലെ ലൈസൺ ഓഫീസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പ്രിപ്പറേഷനും പ്ലാനിങ്ങും എല്ലാം നടക്കുന്നത്. ഡൽഹിയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേന് സിവിൽ സർവീസ് പഠനമൊക്കെ വിട്ടു. അപ്പോഴത്തേന് ഡൽഹിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഡൽഹി ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് ഉത്തരാഖണ്ഡിലോ ഹിമാചലിലോ എത്താം, മൗണ്ടൻസിൻ്റെ അടുത്തെത്താം. 2 ദിവസം അവധി കൊണ്ട് നമുക്കൊരു ചെറിയ മൗണ്ടനൊക്കെ ക്ലൈംബ് ചെയ്തിട്ട് വരാം. അപ്പോൾ ആ ഒരു ലെവറേജ് എനിക്ക് അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. പക്ഷേ ഈ പ്രിപ്പറേഷൻ പ്ലാനിങ്ങും ഒക്കെ ലീവ് എടുത്തും പിന്നെ ജോലി ഇടയ്ക്കുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്യേണ്ട ഒരു സാധനമല്ല അത്. കാരണം നമുക്ക് വിദേശീയരൊക്കെ ഒരു എവറസ്റ്റ് കയറാൻ പോകുകയാണെങ്കിൽ ഒരു 1-2 വർഷം മുമ്പേ കഠിനമായിട്ടുള്ള പ്രാക്ടീസുകൾ തുടങ്ങും, കഠിനമായ എക്സസൈസുകൾ തുടങ്ങും. നമുക്ക് എന്ത് എക്സസൈസാണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്താൽ പോലും കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ ഫ്രം സ്ക്രാച്ചാണ് ബേസിക്കലി ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തു ഏതൊക്കെ മലയാളികൾ നേരത്തെ കയറിയിട്ടുണ്ട്. അപ്പോൾ 1-2 പട്ടാളക്കാർ അവരുടെ എക്സ്പെഡീഷൻ്റെ ഭാഗമായിട്ടൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ അവരൊന്നും കണക്ട് ചെയ്ത് എനിക്ക് കിട്ടിയില്ല. ബേസിക്കലി നല്ലൊരു മലയാളിയെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. മലയാളിയെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഉള്ള മലയാളിയെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം തരുന്നതിൻ്റെ ഒരു ഇൻഫർമേഷൻ്റെ പകുതി പോലും ഒരു വിദേശിക്കോ ഒരു വേറൊരു ഭാഷക്കാരനോ തരാൻ പറ്റത്തില്ല. കാരണം ആ കണക്ട് വരത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു മലയാളിയെ തപ്പി ഞാൻ ഒരുപാട് നടന്നിട്ടും അങ്ങനെ ഒരു മലയാളി ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അങ്ങോട്ട് മലയാളി ആവാനുള്ള ശ്രമത്തിലേക്കായിരുന്നു. പിന്നെ കിട്ടിയ ഇൻഫർമേഷനും കിട്ടിയ രീതികളും ഒക്കെ വെച്ചുള്ള ട്രെയിനിങ്, സ്വന്തമായിട്ടുള്ള ട്രെയിനിങ്, മൗണ്ടനറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറുമാരെ വിളിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴും ആൾക്കാർ ഈ മൗണ്ട് എവറസ്റ്റ് കയറാൻ പോകാമെന്ന് പറയുന്നത് പലരും വിശ്വസിച്ചിട്ടില്ല. കാരണം അതങ്ങനെ ഒരു ടാസ്ക്കാണ്. നമ്മൾ ഈ നാട്ടിലുള്ള 99.9% ആൾക്കാർ മൗണ്ട് എവറസ്റ്റിൽ പോയെന്ന് പറഞ്ഞാൽ മൗണ്ട് എവറസ്റ്റ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിനും അത്യാവശ്യം പ്രിപ്പറേഷൻ ആവശ്യമുണ്ടെങ്കിലും ഇതിൻ്റെ അത്രയും പൈസയോ, എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകാൻ 1 ലക്ഷം രൂപ മതി, ഇത് പോകാൻ 45 ലക്ഷം രൂപ വേണം. പിന്നെ മറ്റേന്ന് പറഞ്ഞാൽ 10 ദിവസം നടന്നാൽ മതി, ഇത് 60 ദിവസം എക്സ്പെഡീഷനാണ്, ലൈഫ് ത്രെട്ടണിങ് ആണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം പലരും വിശ്വസിച്ചില്ല. പിന്നെ സ്പോൺസർമാരെ തപ്പിയുള്ള നടത്തമായിരുന്നു. 45 ലക്ഷം രൂപ ഒരു സാധാരണക്കാരനെ റേസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുവേണ്ടി കഠിനമായിട്ട് ഇതിൻ്റെ കൂടെ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഫിനാൻഷ്യലി പൈസ കിട്ടാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ട്രെയിനിങ്ങിന് ഞാൻ ഇടയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു, ജോലി ചെയ്തുകൊണ്ടിരുന്നു, പിന്നെ ഫാമിലി ഉണ്ട്, അവരെ നോക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്കാണ്
നമ്മുടെ ഡ്രീം അല്ലെങ്കിൽ ഇത് അച്ചീവ് ചെയ്യണം. 2022 എവറസ്റ്റ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഏറ്റവും വലിയ ദേശീയ പതാക, ഇതുവരെ അവിടെ കൊണ്ടുപോയതിൽ വെച്ച് ഏറ്റവും വലിയ ദേശീയ പതാക പറപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 വർഷത്തെ ഓട്ടമായിരുന്നു. അതിൻ്റെ കൾമിനേഷനാണ് 2022 എവറസ്റ്റ് കയറാൻ പറ്റിയത്. ഇനി എവറസ്റ്റ് കയറുമ്പോൾ ഉണ്ടായ അനുഭവങ്ങളൊന്നും വിവരിക്കാമോ നമുക്ക്? എവറസ്റ്റ് കയറുമ്പോൾ ഉള്ളത് അനുഭവങ്ങളൊക്കെ എനിക്കും ആദ്യമായിട്ടുള്ള അനുഭവങ്ങളാണ്. എനിക്ക് ആ വർഷം എവറസ്റ്റ് കയറിയേ പറ്റും. കാരണം മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും എന്നെനിക്കറിയാം. പലതും ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന സ്ഥലമാണ് ഈ മൗണ്ടൻസ്. നമുക്ക് ഞാനത് കയറിയിട്ട് വരും എന്നെനിക്ക് അഹങ്കാരപൂർവ്വം പറഞ്ഞിട്ട് വരാൻ പറ്റത്തില്ല. അതാണ് ഇതിനകത്തെ ഒരു പ്രശ്നവും. അപ്പോൾ എനിക്ക് ഒരാളോട് ഞാനത് കയറിയിട്ട് ഞാൻ കീഴടക്കിയിട്ട് വരും എന്ന് നമുക്ക് വാക്കാലം പറയാമെങ്കിലും നമുക്കത് പറ്റണമെന്നില്ല. അപ്പം അഹങ്കാരം ആദ്യമേ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഈഗോ വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൗണ്ടനിൽ കയറാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് എന്നാൽ അങ്ങനെ ഒരു ഈഗോ എന്ന് പറഞ്ഞ സാധനം എവറസ്റ്റ് ഇപ്പോൾ ഇല്ലായിരുന്നു. സഹായിച്ചവരുണ്ട്, സഹായിക്കാത്തവരുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്തവരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഒരുപാട് പേരുടെ പോസിറ്റീവിൻ്റെ ഒരു കൾമിനേഷനായിട്ടാണ് എവറസ്റ്റ് പോകാൻ പറ്റിയത്. അപ്പം അങ്ങനെ ഈ പൈസയൊക്കെ ശരിക്കൂട്ടി കാഠ്മണ്ഡുവിലെത്തി, എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തി 10 ദിവസം കൊണ്ട്. ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? എവറസ്റ്റിന്റെ മുകളിൽ തന്നെയാണോ അതോ അതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് അങ്ങനെ എന്താണ്? ഈ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് എന്താണ്? എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് എവറസ്റ്റിൻ്റെ എന്താ പറയുക, എവറസ്റ്റിൻ്റെ മുകളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു താമസ സ്ഥലമാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. അവിടെ താമസിച്ചുകൊണ്ടാണ് നമ്മൾ എവറസ്റ്റിൻ്റെ മുകളിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷനും ബാക്കി ടെക്നിക്സും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്ന സ്ഥലം എവറസ്റ്റ് ബേസ് ക്യാമ്പാണ്. അവിടെയാണ് പ്രിപ്പറേഷൻ നടക്കുന്ന സ്ഥലം. അവിടെ വരെയാണ് ഇവിടെ ട്രക്കേഴ്സൊക്കെ പോകുന്നത്. ഏകദേശം 5360 മീറ്ററാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ ഉയരം. അത്രയുണ്ട്. ഏകദേശം 10-12 ദിവസം കൊണ്ട് നമുക്ക് ഈ ട്രക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 10 ദിവസം കൊണ്ട് നടന്ന് ഞങ്ങൾ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലെത്തി. ഞങ്ങൾ 13 പേരടങ്ങുന്ന ഒരു ഇൻ്റർനാഷണൽ ടീമായിരുന്നു. എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലെത്തി. പിന്നെ അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് എവറസ്റ്റിൻ്റെ മുകളിലോട്ട് കയറുകയല്ല ചെയ്യുന്നത്. തൊട്ടപ്പുറത്തൊരു 6100 മീറ്ററിൽ പർവ്വതം കയറിയിട്ട് വീണ്ടും നമ്മൾ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ വരും. അതിനൊരു 4-5 ദിവസം പിടിക്കും. പിന്നെ ഹൈറ്റ് ഗെയിൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു പുമോറി എന്ന് പറഞ്ഞ പർവ്വതമുണ്ട്. അതിൻ്റെ ഒരു ഹൈ ക്യാമ്പ് വരെ പോയിട്ട് വീണ്ടും എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ വരും. പിന്നെ എവറസ്റ്റിൻ്റെ മേലോട്ട് 4 ക്യാമ്പുകളാണുള്ളത്. ക്യാമ്പ് 1, ക്യാമ്പ് 2, ക്യാമ്പ് 3, ക്യാമ്പ് 4. ബേസ് ക്യാമ്പ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതിൻ്റെ മുകളിലോട്ട് 4 ക്യാമ്പുകളുണ്ട്. ക്യാമ്പ് 3 വരെ നമ്മൾ പോയിട്ട്, ക്യാമ്പ് 3 7200 മീറ്റർ, അവിടെ വരെ നമ്മൾ പോയിട്ട് വീണ്ടും നമ്മൾ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ വരും. അപ്പോൾ ഓരോ തവണ നമ്മൾ കയറിയിട്ട് തിരിച്ചു വരാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം അക്ലമറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അക്ലമറ്റൈസ് ചെയ്യാതെ ഇത് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തലച്ചോറ്, രക്തസ്രാവം, പിന്നെ പലതരം അസുഖങ്ങളുണ്ട്. ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമണറി എഡീമ, ഹൈ ആൾട്ടിറ്റ്യൂഡ് സെറിബ്രൽ എഡീമ, അക്യൂട്ട് മൗണ്ടൻ സിക്നസ് ഒക്കെ പോലെ ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇതൊക്കെ എപ്പോഴെങ്കിലും പിടിപെട്ട് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിറങ്ങിയേ വഴിയുള്ളൂ, അല്ലെങ്കിൽ മരണം നമ്മളെ കൊണ്ടുപോകും. ഈ വെതർ മേളിൽ ക്ലിയർ ആവുന്ന സമയത്ത് നമ്മൾ നടന്ന് മേളിലേക്ക് പോകും. എന്നിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരും. ഇതാണ് എവറസ്റ്റ് എക്സ്പെഡീഷൻ. എവറസ്റ്റ് പോലെ തന്നെ ഈ 8000 മീറ്റർ ലെവലുള്ള 14 പീക്കുകളുണ്ട് ലോകത്ത്. 8000 മീറ്റർ ലെവലുള്ള 14 പീക്കുണ്ട്. ഈ 14 പീക്കുകളും പോകണമെങ്കിൽ ഇത് തന്നെയാണ് പ്രൊസീജിയർ. കാരണം 8000 മീറ്റർ അബോ ഈസ് കോൾഡ് ഡെത്ത് സോൺ. ഡെത്ത് സോൺ. അപ്പോൾ അവിടെ നമ്മൾ സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്രയും പ്രാക്ടീസുകൾ ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സ്റ്റോറീസ് ഉണ്ടായിട്ടുണ്ട്. മീൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഈ പറയുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമനറി എഡീമ പിടിച്ചു. അതിന് നിമോണിയ പോലത്തെ ഒരു അസുഖമാണ്. നമ്മൾ ചുമച്ച് കഴിയുമ്പോൾ നമുക്ക് പിങ്ക് സ്പൂട്ടം പുറത്ത് വരും. മീൻസ് നമ്മൾ ചോര ഛർദ്ദിക്കുകയാണെന്ന് നമുക്ക് തോന്നും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ശരീരത്തിൽ ചുമച്ച് നമ്മുടെ വാരിയൽ വരെ പൊട്ടിപ്പോകുന്ന അസുഖമാണിത്. അപ്പോൾ അങ്ങനെ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മേളിലോട്ട് കയറാൻ പാടില്ല, നമ്മൾ തിരിച്ചിറങ്ങണം. പക്ഷേ അത് എനിക്ക് തിരിച്ചിറങ്ങാൻ പറ്റാത്തൊരവസരം ഉണ്ടാവുകയും ആ അസുഖം വെച്ചിട്ടാണ് ഞാൻ മേളിലേക്ക് കയറി എവറസ്റ്റിൻ്റെ മുകളിലെത്താൻ ശ്രമിച്ചതും. അപ്പോൾ നിങ്ങൾ ഈ ബേസ് ക്യാമ്പിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അന്നത്തെ ഇനിയിപ്പോൾ അങ്ങോട്ട് യാത്ര മുന്നോട്ട് തന്നെയാണ് യാത്ര. അപ്പോൾ അതിലേക്ക് ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഗൈഡ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റീസ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും? എവറസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാർക്ക് ഷെർപ്പമാരെന്നാണ് പറയുന്നത്. ഷെർപ്പാസ് ഒരു കമ്മ്യൂണിറ്റിയാണ്. അവർ ഏകദേശം ഒരു 4000-5000 മീറ്റർ ഉയരത്തിൽ ജനിച്ച് വളരുന്ന ആൾക്കാരാണ്.
എവറസ്റ്റിൽ തന്നെ? എവറസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഏരിയ ആണ്. എവറസ്റ്റിന്റെ സറൗണ്ടിങ് ആയിട്ടുള്ള സാഗർമാത നാഷണൽ പാർക്കിനകത്താണ് എവറസ്റ്റ് ഉള്ളത്. അപ്പോൾ അവിടെ സോളു ഖുംബു എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. ആ റീജിയനിൽ ജനിച്ചു വളരുന്ന ആൾക്കാർ ഷെർപ്പന്മാരെന്നാണ് അവർ അറിയപ്പെടുന്നത്. അവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പൊക്കം കുറഞ്ഞ ആൾക്കാരാണ്. പിന്നെ അവർ നമ്മളെക്കാൾ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കൂടുതലാണ്. പിന്നെ അവരുടെ ഈ ലങ്സും അവരുടെ ബ്രെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്. പെട്ടെന്ന് ഓക്സിജൻ എത്താൻ വേണ്ടിയിട്ട് ബ്രെയിനിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ആ ഒരു ഹൈറ്റിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ ഓക്സിജൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. എവറസ്റ്റിൻ്റെ മുകളിൽ ഇവർ 28-29 പ്രാവശ്യം ഓക്സിജൻ ഇല്ലാതെ എവറസ്റ്റിൻ്റെ മുകളിൽ എത്തിയ ആൾക്കാർ വരെ ഉണ്ട്. കാമി റീത്ത ഷെർപ്പ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പേര്. ഈ വർഷവും അദ്ദേഹം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊക്കെ ഈ സീ ലെവലിൽ ജനിച്ച് വളരുന്ന ആൾക്കാർക്ക് ഓക്സിജൻ്റെ ലെവൽ കുറവാണെങ്കിൽ നമുക്ക് മുകളിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ലങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ മോയിസ്റ്റ് എയർ എടുക്കാനും ഒരുപാട് ഓക്സിജൻ ഉള്ള സ്ഥലത്ത് ജീവിക്കാനും ജനിച്ച മരങ്ങളെ പോലെയാണ് നമ്മൾ. മറ്റേവരെന്ന് വെച്ചാൽ അങ്ങനല്ല. ഈ ഓക്സിജൻ കുറവുള്ള സ്ഥലത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ജനിച്ച മനുഷ്യന്മാരാണ്. അപ്പോൾ അവരുടെ ആ ഒരു കപ്പാസിറ്റി ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം അവർ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും നമുക്ക് ഭയങ്കര ഹെൽപ്പാണ്. അപ്പോൾ നമ്മൾ പോയ കമ്പനിയിൽ 1:1 ഷെർപ്പ റേഷ്യോ തരുന്ന ആൾക്കാരാണ്. കാരണം എനിക്ക് ഒരു പ്രൈവറ്റായിട്ടൊരു ഷെർപ്പയെ കിട്ടും. അപ്പോൾ അദ്ദേഹമായിരിക്കും എനിക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ബേസ് ക്യാമ്പിലൊക്കെ അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. യാക്കിൻ്റെ പുറത്ത് ഗ്യാസൊക്കെ കൊണ്ടുവന്ന് ഒരു കുക്ക് ചെയ്യും. പക്ഷേ മേളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഷെർപ്പന്മാരാണ് ഭക്ഷണം കുക്ക് ചെയ്ത് തരുന്നത്. അവരുടെ കയ്യിൽ ചെറിയ ചെറിയ ബർണേഴ്സ് കാണും. പിന്നെ അത്യാവശ്യം പെട്ടെന്ന് വേവുന്ന കുറച്ച് ഫുഡുകളൊക്കെ അവർ കയ്യിൽ കരുതും. ഇതൊക്കെ അവർ വെച്ചിട്ട് അവർ ക്യാമ്പ് സെറ്റ് ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി തരും. വിശപ്പ് മാറത്തുമില്ല, രുചിയും കാണത്തില്ല, പക്ഷെ എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ ഈ ഷെർപ്പന്മാരാണ് ബേസിക്കലി അവിടുത്തെ ദൈവദൂതന്മാരെന്ന് പറയാം, എവറസ്റ്റ് പോലെയുള്ള വലിയ മൗണ്ടൻസിൽ. ഓക്കെ, അപ്പോൾ ഈ ഷെർപ്പന്മാരുടെ സഹായത്തോടെ നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മളെ ലക്ഷ്യം എവറസ്റ്റ് കൊടുമുടിയിലാണ്. അതെ. അതുവരെയുള്ള യാത്രകളുടെ അനുഭവങ്ങളൊന്ന് വിവരിക്കാമോ നിങ്ങൾ? അങ്ങനെ പറഞ്ഞു തീരാൻ പറ്റാത്ത ഒത്തിരി അനുഭവം ഉണ്ടോ? ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും? എവറി മിനിറ്റ് എവറി സെക്കൻഡ് ഓരോ അനുഭവങ്ങളാണ്. കാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യം ഒന്നും നടക്കത്തില്ല. പിന്നെ വരുന്ന സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് അതിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റുകയെന്നേ ഉള്ളൂ. ഓരോ നിമിഷവും നമ്മൾ എവറസ്റ്റ് പോലെയുള്ളൊരു പർവ്വതത്തിൽ നമ്മൾ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ഹെൽത്ത് ഡിറ്റീരിയറേറ്റ് ആയിക്കൊണ്ടിരിക്കും, ഹെൽത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. ആരോഗ്യം കുറയുമ്പോൾ ബേസിക്കലി നമുക്ക് മൈൻഡും കൃത്യമായിട്ട് വർക്ക് ചെയ്യത്തില്ല, നമുക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല, ഭക്ഷണം കഴിക്കാൻ പോലും തോന്നത്തില്ല. ഈ ഒരു സാഹചര്യമാണ് നമ്മളെ പലരെയും തിരിച്ച് താഴേക്ക് എത്തിക്കുന്നത്. ഈ ഒരു സാഹചര്യം ഓവർകം ചെയ്താൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ, എവറസ്റ്റിൻ്റെ മുകളിലത്തെ ക്യാമ്പുകളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ സമയത്ത് വളരെ ഹെൽത്തി ആയിരിക്കുകയും വേണം. അപ്പോൾ ഈ ഏകദേശം ഒരു 30 ദിവസം ഉള്ള റൊട്ടേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് പതുക്കെ ഒരു ചുമ ആരംഭിച്ചു. നമ്മൾ ആ ചുമ മാറുമെന്ന് വിചാരിച്ചു. അതിന് കുംബു കഫ് എന്നാണ് പറയുന്നത്. കുംബു റീജിയനാണ് ആ ഏരിയ, KHUMBU കുംബു റീജിയനാണ്. അപ്പോൾ അവിടുത്തെ ചുമ കുംബു കഫ് എന്നാണ് അറിയപ്പെടുന്നത്. അത് പതുക്കെ തുടങ്ങി അത് ന്യൂമോണിയയിലേക്ക് എത്തി മരിച്ച് നമ്മളെ കൊണ്ടുപോകുന്ന ചുമയാണ് ഈ കുംബു കഫ്. അപ്പോൾ ഇത് കൃത്യമായ രീതിയിൽ നമ്മൾ ഡയഗ്നൈസ് ചെയ്തില്ലെങ്കിൽ, അല്ലെ അതിനുള്ള പ്രതിവിധി ചെയ്തില്ലെങ്കിൽ, ഒന്ന് എക്സ്പെഡീഷൻ ക്യാൻസൽ ആവും, 2 മരണം സംഭവിക്കാം. ഇതാണ് ആ ചുമയുടെ പ്രത്യേകത. ഇത് മാറത്തില്ല, നമ്മളെപ്പോലുള്ള സൗത്ത് ഇന്ത്യൻസിന് അത് മാറത്തില്ല. ചുമ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടതാണ്. ചുമ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തണുത്ത എയർ അകത്തേക്ക് വലിച്ച് കയറ്റാതിരിക്കുക, അല്ലെങ്കിൽ വലിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ബഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങളുണ്ട്, അതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ചൂടായിട്ടായിരിക്കും എയർ ശരീരത്തിനകത്തോട്ട് വരുന്നത്. കാരണം മൂക്കിൽ കൂടെ നമുക്ക് ശ്വാസം വലിച്ച് കയറ്റാൻ പറ്റത്തില്ല, നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വായിൽ കൂടെ ആയിരിക്കും വലിച്ചു കയറ്റുന്നത്. വായിൽ കൂടെ ശ്വാസം വലിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ലങ്സ് പെട്ടെന്ന് അഫക്റ്റഡ് ആവും. അപ്പം ഈ ചുമ എനിക്ക് ബാധിച്ചു. ഞാൻ ആ ചുമ വെച്ചുകൊണ്ടാണ് പിന്നെയുള്ള ഓരോ യാത്രകളും ചെയ്യുന്നത്. കാരണം എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിന് തൊട്ട് മുകളിൽ കുംബു ഐസ് ഫോൾ എന്ന് പറഞ്ഞൊരു വലിയ റീജിയൻ ഉണ്ട്. ആ റീജിയൻ ക്രോസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഡിഫിക്കൽട്ടി. ആ റീജിയൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗ്ലേഷ്യറാണ് ബേസിക്കലി. ഒരുപാട് ഐസ് കല്ലുകൾ കൂടിക്കിടക്കുന്ന ഒരു വലിയ റീജിയനാണ്. കല്ലെന്ന് പറഞ്ഞാൽ ചെറിയ കല്ലല്ല, നമ്മുടെ 10 നില കെട്ടിടത്തിൻ്റെ വലിപ്പമുള്ള 1 ലക്ഷം കല്ലുകൾ കിടക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ 10 നില കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്കൂടെ കയറി ഇറങ്ങി വേണം നമുക്ക് പോകാൻ. ഡയറക്റ്റ് നടന്നു പോകാൻ പറ്റത്തില്ല. ആ റീജിയൻ ക്രോസ് ചെയ്യുന്നതാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രശ്നം. ആ റീജിയൻ നല്ല എക്സ്പീരിയൻസ്ഡ് ക്ലൈംബേഴ്സ് ആണെങ്കിൽ ഒരു 6 മണിക്കൂർ 7 മണിക്കൂറിൻ്റെയൊക്കെ ക്രോസ് ചെയ്യും. ഞാൻ 17 മണിക്കൂർ എടുത്ത് ആ റീജിയൻ ക്രോസ് ചെയ്യാൻ വേണ്ടി, ക്യാമ്പ് 1-ലെത്താൻ വേണ്ടിയിട്ട്. അതും എൻ്റെ ശരീരത്തെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. മീൻസ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ആ സമയത്ത് ചില ശ്വാസം ഞാൻ ഡയറക്റ്റായിട്ട് എടുത്തിട്ടൊക്കെയാണ് പോയത്. 2 ലിറ്റർ വെള്ളമാണ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ തരുന്നത്. അപ്പം നമ്മൾ 6-7 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 8 മണിക്കൂർ കൊണ്ട് എത്തത്തക്ക രീതിയിലുള്ള ഭക്ഷണവും വെള്ളവും നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ കൂടുന്ന ഓരോ മണിക്കൂറിനും നമ്മൾ പേ ചെയ്യേണ്ടി വരും. മീൻസ് പൈസ കൊടുക്കുന്നതല്ല, നമ്മൾ പഴി കൊടുക്കേണ്ടി വരും. കാരണം നമ്മുടെ വെള്ളമില്ല, ഭക്ഷണവും ഇല്ല.
ഇതിൻ്റെ ഇടയ്ക്ക് തരാൻ ഒരു സാഹചര്യവും ഇല്ല. ആരും കാണാറില്ല. നമ്മുടെ ഈ 17 മണിക്കൂറൊന്നും ഷെർപ്പ നമ്മുടെ കൂടെ നടക്കത്തില്ല. അവർ ചിലപ്പോൾ നേരെ അങ്ങ് പോയി ക്യാമ്പിലിരിക്കും, അല്ലെങ്കിൽ ദൂരെ ഏതെങ്കിലും മരയുടെ മുകളിൽ പോയി നിന്നിട്ട് കൈ കാണിക്കും. നമ്മളിത് നടന്ന് പോകണം. അയാൾ ഓടിച്ചെല്ലുന്ന ദൂരം നമ്മൾ അയാളെക്കാളും 1/10 സ്പീഡേ നമുക്ക് കാണത്തുള്ളൂ. നമുക്ക് എക്സ്പീരിയൻസ് അല്ലല്ലോ ആ റീജിയനിൽ കൂടെ നടക്കാനും. കാരണം ചില ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസുകളാണ്. പിന്നെ ഒരുപാട് കുഴികളുണ്ട് അവിടെ. ഷോർട്ട് കട്ട്സോ അങ്ങനെയൊന്നുമില്ല. ഇത് ഒറ്റ കട്ടേ ഉള്ളൂ, ഈ കട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഷോർട്ട് കട്ടുകളൊന്നുമില്ല എവറസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ റീജിയൻ കുംഭു ഐസ്ഫോൾ റീജിയൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ലാഡേഴ്സ് വെച്ചിട്ടുണ്ട്. ഈ ലാഡേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പൊസിഷൻ മാറും ഈ ഐസിൻ്റെ. അപ്പോൾ ഈ ലാഡർ വെച്ച് കറക്റ്റ് ആയിരിക്കത്തില്ല, അതിൽ വീഴും ചിലരൊക്കെ. ഈ ലാഡർ ഫിക്സ് ചെയ്യാൻ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അവർക്ക് ഐസ്ഫോൾ ഡോക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഐസ്ഫോൾ ഡോക്ടർമാർ അവിടെ കാണും. അപ്പോൾ ഇവരിങ്ങനെ ലാഡർ ഫിക്സ് ചെയ്ത ലാഡർ റീഅലൈൻ ചെയ്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ആയിരിക്കത്തില്ല തിരിച്ചു വരുന്നത്, ഒരാൾ പോകുന്ന വഴി ആയിരിക്കത്തില്ല മറ്റേ ആൾ പോകുന്നത്. കാരണം ഈ ഐസ് കോൺസ്റ്റൻ്റ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ഇതെല്ലാം. അപ്പോൾ ഈ ഒരു 10, 30, 40 ലാഡർ ക്രോസ് ചെയ്യണം. ചിലപ്പം ഒരു 7 അടി 8 അടി അങ്ങോട്ട് പൊക്കമുള്ള ലാഡറാണ്. ഞാൻ 6 അടിയാണ്, 8 അടി പൊക്കമുള്ള ലാഡറാണ്. അപ്പോൾ അങ്ങനെ വലിയ കുഴിയാണെങ്കിൽ 3, 4 ലാഡറൊക്കെ കൂട്ടിക്കെട്ടിയായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലാഡറിൻ്റെ ഒക്കെ നടുക്കെത്തുമ്പോൾ ഒരു കുലുക്കം. അപ്പോൾ നമ്മൾ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര അഗാധമായ ഗർത്തമാണ്. അതിനകത്ത് വീണ് പോയി കഴിഞ്ഞാൽ തീർന്നു. അപ്പം മെൻ്റലി നമ്മൾ ഭയങ്കര ഫിറ്റായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. ഫിസിക്കലി ഫിറ്റ് ആണെങ്കിലല്ലേ നമുക്ക് മെൻ്റലി ഫിറ്റ് ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഫിസിക്കലി ഫിറ്റല്ല. കാരണം എനിക്ക് ഈ കുംഭു കഫ് പിടിച്ചു. ഞാൻ ചുമച്ചാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ നമ്മൾ സപ്ലിമെൻ്ററി ഓക്സിജൻ വെച്ചിട്ടുമില്ല. ഒരു 7000 മീറ്ററൊക്കെ ആയാലും നമ്മൾ സപ്ലിമെൻ്ററി ഓക്സിജൻ എടുക്കത്തുള്ളൂ. താഴെ നിന്ന് സപ്ലിമെൻ്ററി ഓക്സിജൻ എടുക്കാം, അതിന് ഒരുപാട് പൈസ കൊടുക്കണം കമ്പനിക്ക്. നമ്മൾ ഒരു മിനിമം പാക്കേജാണ് എടുത്തിരിക്കുന്നത്. ഇത്ര 6 സിലിണ്ടർ 7 സിലിണ്ടർ പാക്കേജാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓക്സിജൻ സിലിണ്ടറും ഇല്ല, ചുമയും ബാധിച്ചിരിക്കുകയാണ്, ഡേഞ്ചറസ് ആയിട്ടുള്ള പൊസിഷനോട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 8 മണിക്കൂർ കൊണ്ട് നടക്കേണ്ടത് 17 മണിക്കൂർ കൊണ്ടാണ് നമ്മളവിടെ നടന്നെത്തുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ക്ലൈമറ്റിക് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ 8 മണിക്കൂർ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ രാവിലെ വെളുപ്പാങ്കാലത്തായിരിക്കും യാത്ര ചെയ്യുന്നത്. എന്നിട്ട് ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തണം. കാരണം ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ വെതർ പെട്ടെന്ന് മോശമാവും. മൗണ്ടൻസിലെ പ്രത്യേകതയാണ്. ഒരു 12 മണി 1 മണി കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ തണുപ്പും കൂടും. അപ്പോൾ ഞാൻ ഈ ഓവർ ടൈം എടുക്കുന്നതോട് കൊണ്ട് തന്നെ എൻ്റെ കാലാവസ്ഥ മാറിയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ കാണാൻ പറ്റാതായി. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഷെർപ്പ ദൂരെ പോയി നിൽക്കുമെന്ന് പറഞ്ഞില്ലേ, ആ പുള്ളിക്കാരനെ കാണാൻ പറ്റാതായി. കാരണം വിസിബിലിറ്റി പോയി. അപ്പം അങ്ങനെ ഒരു സന്ദർഭമായിരുന്നു ഫസ്റ്റ് ടൈം ഞാൻ ഈ കുംഭു ഐസ്ഫോൾ ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് വിസിബിലിറ്റി പോയിട്ട് ഞാൻ വല്ലാത്ത വേറൊരു വണ്ടർലാൻഡിൽ പോയിട്ട് ഞാൻ പെട്ടുപോയി. കാരണം നമുക്ക് ഫ്രണ്ടിലുള്ള ആൾക്കാരെ കാണത്തില്ല. ഒരു കയർ നമ്മളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ കയർ പിടിച്ച് പോവുകയാണ്. അപ്പോൾ ഈ കയർ ചിലയിടത്ത് നിന്ന് തീരും, എന്നിട്ട് പുതിയ കയർ തുടങ്ങുന്ന അപ്പുറത്തായിരിക്കും. അപ്പോൾ നമുക്ക് അറിയത്ത് പോലുമില്ല എവിടെയാണ് പോകേണ്ടത്, നമ്മുടെ റൂട്ട് ഏതാണ്, ഇനിയുള്ളത് കുഴിയാണോ കൊക്കയാണോ ഒന്നും അറിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അത് ക്രോസ് ചെയ്തിട്ടാണ് ക്യാമ്പ് 1 ക്യാമ്പ് 1 ഫസ്റ്റ് ടൈമിലെത്തി. ഞങ്ങൾ അവിടെ താമസിച്ചു. അപ്പോൾ ഭയങ്കര ക്ഷീണിതരായി, നമ്മളെല്ലാവരും ഭയങ്കര ക്ഷീണിതരായി. ക്യാമ്പ് 1 ഉണ്ടായൊരു ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെൻറ്റിനകത്താണ് നമ്മൾ കിടക്കുന്നത്. ടെൻറ്റിനൊരു ചെറിയ ചരിവുണ്ട്. അപ്പം നമ്മൾ യൂറിനൊക്കെ രാത്രി പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ ടെൻറ്റിൻ്റെ പുറത്തിറങ്ങിപ്പോകണം. നമ്മൾ കാലിലൊക്കെ വലിയ ബൂട്ട്സൊക്കെ ഇട്ടിട്ടായിരിക്കും പുറത്തിറങ്ങുന്നത്. മഞ്ഞല്ല, ഐസാണ്. ഐസ് ഇടാതെ പോയി കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിയുമ്പോൾ കാല് ഫ്രോസ്റ്റ് ബൈറ്റായി മുറിച്ച് കളയേണ്ട അവസ്ഥ വരും. നമ്മൾ രാത്രി യൂറിൻ പാസ് ചെയ്യാൻ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഡ്രസ്സ് ഇതെല്ലാം ധരിക്കണം. വലിയ പാടാണ്. നമ്മുടെ 7 ലെയർ ഡ്രസ്സ് ചെയ്തിരിക്കുകയാണ്. അപ്പം മാക്സിമം ആൾക്കാരും ലെയറിങ് ഊരാതെ കിടക്കും, ഷൂ മാത്രം ചിലപ്പോൾ ഊരിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് പി ബോട്ടിൽ എന്ന് പറഞ്ഞിട്ട് യൂറിൻ പാസ് ചെയ്യാൻ ഒരു ബോട്ടിലുണ്ട്. അത് നമ്മൾ നമ്മുടെ ടെൻറ്റിനകത്ത് തന്നെ വെച്ചിരിക്കും. ടെൻറ്റിൽ ഒറ്റയ്ക്കല്ല, വേറൊരാളൂടെ കാണും. അപ്പോൾ നമുക്ക് യൂറിൻ പാസ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഈ ബോട്ടിലെടുത്ത് പാസ് ചെയ്തിട്ട് അടച്ചു വെക്കുക ചെയ്യുന്നത്. നമ്മുടെ ടെൻറ്റിനകത്ത് അധികം സ്ഥലം കാണത്തില്ല, ചെറിയ ടെൻറ്റ്. അപ്പം മിക്കവാറും യൂറിൻ പാസ് ചെയ്യുന്നത് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗിൻ്റെ മുകളിൽ ഇരുന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഈ ക്യാമ്പ് 1 യൂറിൻ പാസ് ചെയ്ത് അടച്ചു വെക്കാൻ വേണ്ടി തിരിച്ചപ്പോഴത്തേന് എൻ്റെ ബോട്ടിൽ കമന്നിട്ട് എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് മുഴുവൻ യൂറിനായി. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് രാത്രി എനിക്ക് സ്ലീപ്പിംഗ് ബാഗിനകത്താണ് കിടന്ന് ഉറങ്ങേണ്ടത്. നമ്മുടെ കയ്യിൽ ഇത് ഒപ്പിയെടുക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും ഇല്ലതാനും. നമ്മുടെ ഇരിക്കുന്നതൊക്കെ കൂടുതലും വാട്ടർ പ്രൂഫ് സാധനങ്ങളാണ്. ഈ സ്ലീപ്പിംഗ് ബാഗിനകത്തുള്ളത് ഭയങ്കര പഞ്ഞിയാണ്. പഞ്ഞിയല്ല, അതിന് ഡക്ക് ഫെദർ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും -40 വരെയുള്ള തണുപ്പ് അതിനകത്ത് താങ്ങാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഡക്ക് ഫെദറിനകത്ത് നമ്മുടെ യൂറിൻ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ഇത് ചരിവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ചരിവുള്ള യൂറിനെല്ലാം കൂടെ എൻ്റെ കാലിൻ്റെ ഭാഗത്ത് പോയിട്ട് എന്താ പറയുക കെട്ടിക്കിടന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളും എൻ്റെ സോക്സും എൻ്റെ
തലയിലിടുന്ന വൂളിൻ്റെ സാധനം എല്ലാം വെച്ച് എൻ്റെ യൂറിനെല്ലാം തൊട്ടപ്പുറത്തൊരു നേപ്പാളി കിടന്ന് ഉറങ്ങുന്നുണ്ട്, അയാളെ ഉണർത്താൻ പാടില്ല. ഇതെല്ലാം ഞാൻ ഒപ്പിയെടുത്ത് പിഴിഞ്ഞ് ആ രാത്രി ഇട്ടു. ഇതെല്ലാം ഭയങ്കര വെറ്റായി. എന്നിട്ട് ഈ വെറ്റായിട്ടുള്ള സ്ലീപ്പിംഗ് ബാഗിനകത്താണ് ഞാൻ അന്ന് രാത്രി കിടന്നുറങ്ങുന്നത്. എൻ്റെ അസുഖം കൂട്ടാൻ വേണ്ടി കാരണമായി. കാരണം രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ എൻ്റെ കാല് തണുത്താണിരുന്നത്. മനസ്സിലായോ? അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ല. അത് ഞാൻ ഓവർകം ചെയ്തെങ്കിലും അത് എൻ്റെ ഒരു എക്സ്പെഡീഷനെ മുഴുവനായിട്ടും ബാധിച്ചു. ആ ഒരു രാത്രിയിൽ യൂറിൻ്റെ ബോട്ടിൽ കമന്നത് എൻ്റെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ്. പക്ഷേ നമുക്ക് കാണാൻ പറ്റത്തില്ല, ഇരുട്ടാണ്, നമ്മൾ സ്ഥലമില്ല. അത് ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, പക്ഷേ അതങ്ങനെ സംഭവിച്ചു. അപ്പം അങ്ങനെ അത് എൻ്റെ ചുമ വേറെ ലെവലിലേക്ക് അത് എത്തിക്കാം. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയതുമില്ല, മാത്രമല്ല തണുത്ത കാലിലാണ് ഞാൻ കിടന്നുറങ്ങിയത്. അടുത്ത ദിവസം ഞങ്ങൾ ക്യാമ്പ് 2 പോവുകയാണ്. ക്യാമ്പ് 2 ഏകദേശം 6,800 മീറ്ററാണ് ക്യാമ്പ് 2. അവിടെ പോയിട്ട് 2 ദിവസം താമസിക്കണം. അവിടെ പോയി 2 ദിവസം താമസിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ചൂടുവെള്ളമൊക്കെ കിട്ടും, ചെറിയൊരു കുക്കിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തെ എൻ്റെ ചുമ കനക്കാൻ തുടങ്ങി. ക്യാമ്പ് 2 ക്യാമ്പ് 2 എൻ്റെ ചുമ കനത്തു. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഡോക്ടറും വരും ക്യാമ്പ് 2 വരെ, ഒരു അമേരിക്കക്കാരനായിട്ടുള്ള ഡോക്ടറും കൂടെ വരും. അപ്പോൾ അങ്ങേര് ഇതുപോലെ അസുഖമുള്ളവരെ സ്പോട്ട് ചെയ്തിട്ട് അവരുടെ അസുഖങ്ങൾക്കുള്ള മരുന്നുകളൊക്കെ കൊടുക്കും. അങ്ങേര് കിച്ചണിൽ തന്നെയാണ് നമ്മുടെ എന്താ പറയുക ഡോക്ടർ നോക്കുന്ന സ്ഥലമുള്ളത്. അപ്പോൾ കിച്ചൺ കുറച്ച് ചൂടുള്ള സ്ഥലമാണല്ലോ. ഡ്രസ്സൊക്കെ ഊരി അദ്ദേഹം എൻ്റെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ലങ്സിനകത്ത് വെള്ളം കെട്ടിയിട്ടുണ്ട്. പൾമിനറി എഡീമയാണ്. ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങേര് കമ്പനിയോട് പറഞ്ഞിട്ട് ഇനി മേലോട്ട് വിടാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ക്ഷീണിതനായി, എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. എവറസ്റ്റിൽ പോയി ഒരു 35 ഡേയ്സിലെ കഥയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കമ്പനി എന്നോട് പറഞ്ഞു, നീ എക്സ്പെഡീഷൻ ക്യാൻസലാക്കി തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞിട്ട് ഞാൻ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലെത്തി. ഭയങ്കര നിരാശനായി. കാരണം 45 ലക്ഷം രൂപയും പോകുന്നു, നമ്മുടെ 75ാമത് സ്വാതന്ത്ര്യ വാർഷികം എന്നുള്ള വർഷവും പോകുന്നു. അപ്പം എനിക്ക് എൻ്റെ കഴിവുകേട് കൊണ്ടാണോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആ ഒരു സാഹചര്യം എന്നെ ഒരു രോഗിയാക്കി മാറ്റി. എവറസ്റ്റിൽ പോകുന്ന പലർക്കും ഇതുപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ളവർക്ക് വരുന്നൊരു അസുഖങ്ങളാണ് ഈ വന്നിരിക്കുന്നത്, എനിക്കറിയാം. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് മരുന്നെടുത്ത് കുത്താനൊന്നും പോകത്തില്ല, കാരണം ഡോക്ടർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ കമ്പനി എന്നോട് തിരിച്ചു പോകാൻ പറഞ്ഞു. ഞാൻ തിരിച്ച് കാഠ്മണ്ഡുവിലേക്ക് പോകാതെ 3440 മീറ്ററിൽ നാംചെ ബസാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വന്ന് ഒരാഴ്ച അവിടുത്തെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിൽ താമസിച്ചു. അസുഖം വലുതായിട്ട് കുറഞ്ഞില്ല, പക്ഷേ അതെനിക്ക് ഭയങ്കരമായിട്ട് റിലീഫ് കിട്ടിയ ഒരു സമയമായിരുന്നു മൊണാസ്ട്രിയിൽ താമസിച്ച സമയം. അങ്ങനെ ഞാൻ അവിടുന്ന് റിക്കവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ ഗ്രാമത്തിലൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറോട് പറഞ്ഞിട്ട് കമ്പനിയുടെ മുതലാളിയെ വിളിച്ച് പറയണം. അയാൾ അപ്രൂവ് ചെയ്താൽ മാത്രമേ എനിക്ക് മുകളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. വേറെ ഒരുപാട് സ്റ്റോറീസിനകത്തുണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പല രാജ്യക്കാരുണ്ട്. അപ്പം ഒരു ഫ്രണ്ട് എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, അമേരിക്കക്കാരൻ ഫ്രണ്ട് അയക്കുന്നുണ്ട്. കാരണം വെതർ വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പോകും ബേസ് ക്യാമ്പിൽ നിന്ന്. അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകാൻ പറ്റത്തില്ല, അവരുടെ കൂടെ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഒരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. ഞാൻ തിരിച്ച് താഴേക്ക് ഇറങ്ങിയ സമയത്ത് എൻ്റെ കൂടെ ആരുമില്ല, കാരണം കമ്പനി എന്നെ കൈവിട്ടു. അപ്പോൾ ഇനി തിരിച്ച് ഈ നാംചെ ബസാറിൽ നിന്ന് തിരിച്ച് ബേസ് ക്യാമ്പിൽ എത്തണമെങ്കിലും ഈ ഡോക്ടർ പെർമിഷൻ വേണം. ഞാൻ ഒറ്റയ്ക്ക് പോകണം, നല്ല ദൂരമുണ്ട് നടക്കണം, 3 ദിവസം നടക്കണം. അപ്പം ആ ഒരു തീരുമാനം എനിക്ക് എടുക്കേണ്ട വന്നു. എനിക്ക് തിരിച്ചു പോയേ പറ്റൂ. അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ട് സംസാരിച്ച് കൺവിൻസ് ചെയ്യിപ്പിച്ച് മുകളിലോട്ട് വരുവാണെന്ന് പറഞ്ഞ് ഈ നാംചെ ബസാറിൽ നിന്ന് 2 ദിവസം 3 ദിവസമുള്ളത് 2 ദിവസം കൊണ്ട് ഓടി ഞാൻ ബേസ് ക്യാമ്പിലെത്തി. ബേസ് ക്യാമ്പിൽ ഞാൻ വീണ്ടും തിരിച്ചെത്തിയപ്പോഴത്തേന് ഞാൻ എത്തിയ ദിവസം അന്ന് രാത്രി ഞങ്ങളുടെ ടീമുകൾ മുകളിലേക്ക് പോവുക. ഞാനീ പറഞ്ഞില്ല, ഈ റൊട്ടേഷനും ബാക്കി ക്ലൈം എല്ലാം കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി മുകളിലേക്ക് പോവുക. അപ്പോൾ ഞാൻ കമ്പനിയുടെ മുതലാളി എന്നെ വിളിച്ചിട്ട് ഒരുപാട് സംസാരിച്ചു. നീ പോയി കഴിഞ്ഞാൽ നീ തട്ടിപ്പോവും, നീ അങ്ങനെ ചെയ്യരുത്, പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്തു, എനിക്ക് പോയാൽ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവസാനം അദ്ദേഹം സമ്മതിച്ച് ടീമിൻ്റെ കൂടെ മുകളിലേക്ക് വിട്ടു. അങ്ങനെ അസുഖം ഒരുവിധമൊക്കെ ഭേദമായിട്ടുണ്ട്? ഇല്ല, അസുഖം താഴെ പോയതിൻ്റെ ഒരു ഭേദമാകലുണ്ട് താൽക്കാലികമായിട്ട്. കാരണം താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അസുഖം കുറയും. അതാണ് ഈ അസുഖത്തിൻ്റെ പ്രത്യേകത. താഴോട്ട് പോകുമ്പോൾ മരങ്ങൾ കൂടുതലാവും, മോയ്സ്ചർ കൂടുതൽ വരും. ബേസ് ക്യാമ്പിൽ മരങ്ങളൊന്നുമില്ല, ഡ്രൈ ആയിട്ടുള്ള എയറാണ്. അപ്പം അവിടെ നിന്ന് കഴിഞ്ഞാൽ അസുഖം കൂടത്തുള്ളൂ. താഴോട്ട് പോയതിൻ്റെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ഭക്ഷണമൊക്കെ താഴെ കഴിച്ച് ഞാൻ അവിടെ മൊണാസ്ട്രിയിൽ ഇരിക്കുകയായിരുന്നല്ലോ. കാരണം ബേസ് ക്യാമ്പിൽ തന്നെ ഞാൻ നിൽക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ആ വായു തന്നെ ശ്വസിക്കേണ്ട വന്നേനെ. അപ്പോൾ തിരിച്ച് ബേസ് ക്യാമ്പിലെത്തി ഫൈനലായിട്ട് മുകളിലേക്ക് പോവാണ്. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാമ്പ് 1നും ക്യാമ്പ് 2നും ഇടയ്ക്കൊരു ഏരിയ ഉണ്ട്. നമുക്ക് ക്യാമ്പ് 2 അവിടെ നിന്ന് കാണാൻ പറ്റും.
പക്ഷേ നടപ്പെന്ന് പറഞ്ഞാൽ 7-8 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നടന്നാൽ നമുക്ക് ഈ സ്ഥലം തീരത്തില്ല, നമ്മൾ നടന്ന് കാണാൻ തീരത്തില്ല. ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റും എത്തേണ്ട സ്ഥലം. 8 മണിക്കൂർ 10 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം. അപ്പോൾ നമുക്കൊരു താളം ഇല്ലാതെ, നമുക്ക് സെൽഫായിട്ടൊരു മോട്ടിവേഷൻ ഇല്ലാതെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. കാരണം വേറെ ആരും നമ്മുടെ കൂടെ ഇല്ല. നമുക്ക് ഒരു നിമിഷം മതി നമ്മുടെ മോട്ടിവേഷൻ പോകാൻ. അപ്പോൾ തന്നെ ആ മോട്ടിവേഷൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളപ്പോൾ തന്നെ തിരിച്ചിറങ്ങും. ആ സെൽഫ് മോട്ടിവേഷൻ ഇത്രയും നേരം നമ്മുടെ കയ്യിൽ വെക്കുക എന്നുള്ളതാണ് ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണത്. അത് എങ്ങനെയോ എനിക്ക് സ്വന്തമായിട്ട് വന്നതാവാം, അല്ലെങ്കിൽ എൻ്റെ കഴിവുകൊണ്ടാണെന്ന് അറിയത്തില്ല. എനിക്ക് ആ മോട്ടിവേഷൻ ഉണ്ടായിരുന്നു മുന്നോട്ട് പോകണമെന്നുള്ളത്, വയ്യാതിരുന്നിട്ട് പോലും. അപ്പോൾ അങ്ങനെ ക്യാമ്പ് 2-ലെത്തി. ക്യാമ്പ് 2-ലെത്തിയിട്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾ ക്യാമ്പ് 3-ലെത്തി. ക്യാമ്പ് 3-ലെത്തി. ക്യാമ്പ് 4-ലെത്തി. ക്യാമ്പ് 4-ലെത്തി നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങത്തില്ല. അത് 7800 മീറ്ററിലാണ് ക്യാമ്പ് 4 ഇരിക്കുന്നത്, ഡെത്ത് സോണിലാണ് ഇരിക്കുന്നത്. ക്യാമ്പ് 4-ൽ ഞങ്ങൾ മെയ് 14-ാം തീയതി രാത്രി എത്തി. 2022 മെയ് 14-ാം തീയതി വൈകിട്ട് 4 മണിക്ക് എത്തി. അപ്പോൾ ഫൈനലായിട്ട് നമ്മളിനി എവറസ്റ്റിൻ്റെ മുകളിലേക്ക് പോകാൻ പോവാം. ക്യാമ്പ് 4-ൽ സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരും. ഇനി ഇടയ്ക്ക് താമസമൊന്നുമില്ല. അപ്പം അങ്ങനെ ഈ ക്യാമ്പ് 4-ൽ നിന്ന് വൈകുന്നേരം ഒരു രാത്രി 8 മണിക്ക് ആണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. രാത്രിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. രാത്രി 7-8 മണിക്ക് യാത്ര ആരംഭിക്കാൻ വേണ്ടി അതിന് മുമ്പ് ഒരു 2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യും. റെസ്റ്റ് ചെയ്ത് നമ്മൾ ഫുള്ള് ലെയർ ഡ്രസ്സും ഇട്ട് 7-8 ലെയർ ഡ്രസ്സും ഇട്ട് പോകാൻ വേണ്ടി റെഡിയായി. അപ്പം നമുക്കൊരു പുതിയ ഓക്സിജൻ സിലിണ്ടർ തരും നമ്മുടെ പുറകെ വെക്കാൻ വേണ്ടി. നമ്മുടെ ഷെർപ്പയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം അപ്പോഴത്തേന് എനിക്ക് വീണ്ടും എൻ്റെ പഴയ അസുഖം പുറത്ത് വന്നു തുടങ്ങി. എൻ്റെ മേലോട്ട് പോവാണല്ലോ, ന്യൂമോണിയ, ചുമ വന്നു തുടങ്ങി. എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി. അപ്പോൾ ഇങ്ങേരെ ഓക്സിജൻ സിലിണ്ടർ വെച്ച് തന്നപ്പം 2-ലോ 3-ലോ അങ്ങാണ്ട് വേണമായിരുന്നു വെച്ച് തരാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരൻ വെച്ച് തന്നത് 15-ലാണ് വെച്ച് തന്നത്. മാക്സിമം സിലിണ്ടറിലാണ് വെച്ച് തന്നത്, മാക്സിമം ഔട്ട്പുട്ടിലാണ് വെച്ച് തന്നത്. അപ്പോൾ ഞാനിത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഇതെനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള എനർജി കിട്ടി. ഞാനൊരു സൂപ്പർമാനായിട്ട് മാറി. മീൻസ് നമുക്ക് ശരീരത്തിലേക്ക് ഒരു ഫുൾ ഓക്സിജൻ സിലിണ്ടറിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സെല്ലുകളും അവിടെ എല്ലാ എനർജി പുറപ്പെടുവിക്കും. എല്ലാ സെല്ലുകളും സാച്ചുറേറ്റഡ് ആവും. ഭയങ്കര എനർജി റിലീസായിരിക്കും ഉണ്ടാകുന്നത് കുറച്ച് നേരത്തേക്ക്. അത് കഴിഞ്ഞ് തിരിച്ച് പഴയതുപോലെ തന്നെ ആവും, നമ്മൾ ചണ്ടിയായിട്ട് മാറും. പക്ഷേ ആ സമയത്ത് എനിക്ക് ഭയങ്കര പവറായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ നടന്ന് മേളിലോട്ട് കയറി പോകുന്നുണ്ട്, കമ്പനിയുടെ ആൾക്കാർ. അവരൊക്കെ ഒരു 10 ശ്വാസം എടുത്തിട്ടാണ് ഒരു സ്റ്റെപ്പ് വെക്കുന്നത്. ചിന്തിച്ചാൽ മേളിലോട്ടാണ്, ഏകദേശം 78 ഡിഗ്രി സ്ലോപ്പാണ്. 10 ശ്വാസം എടുത്തൊരു സ്റ്റെപ്പ് വെക്കും. ഞാൻ ഒരു ശ്വാസം എടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങി. കാരണം ഇത്രയും ഓക്സിജൻ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ഇത്രയും ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തെ എൻ്റെ അസുഖങ്ങളൊക്കെ പോയി. നമുക്ക് അസുഖം ഇല്ലാത്തൊരവസ്ഥ വന്നു. അപ്പം താഴെ നിന്ന് മേട് വരെ റോപ്പ് ചെയ്തിട്ടുണ്ട്. റോപ്പിൽ അറ്റാച്ച് ചെയ്ത് മാത്രമേ പോകാവൂ. ഞാനപ്പോൾ സൂപ്പർമാനായിട്ട് മാറിയിട്ട് ഞാൻ എവറസ്റ്റിൻ്റെ മുകളിൽ ഓടി കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്ന് രാത്രി, മെയ് 14-ാം തീയതി രാത്രി. അപ്പോൾ 10-12 മണിക്കൂർ നടക്കണം എൻ്റെ മുകളിലെത്താൻ. അപ്പോൾ ഞാൻ എൻ്റെ കാൽക്കുലേഷൻ 2 മണിക്കൂർ കൊണ്ട് എവറസ്റ്റിൻ്റെ മുകളിലെത്തുന്നൊരു തോന്നൽ വരെ ഉണ്ടായി. ചില മാച്ചിലൊക്കെ നമ്മൾ ജയിക്കാൻ പോകുന്നൊരു തോന്നലുണ്ടാകത്തില്ലേ, അതുപോലൊരു തോന്നലുണ്ടായി. അങ്ങനെ ഞാൻ ഓടിക്കേറി അടുത്ത ഓക്സിജൻ സിലിണ്ടർ ഇരിക്കുന്ന 8400 മീറ്ററിലാണ്. 7800 മീറ്ററിൽ നിന്ന് 600 മീറ്റർ കയറുമ്പോഴാണ് അടുത്ത സിലിണ്ടർ ഇരിക്കുന്നത്. അതെടുത്തിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട്. ഇതൊരു ഗെയിം പോലെയാണ്. അപ്പം 8380 മീറ്റർ എത്തിയപ്പോഴത്തെ എൻ്റെ ഈ സിലിണ്ടർ തീർന്നു. കാരണം ഈ 15-ലാണ് വന്നിരിക്കുന്നത്, അല്ല തീരത്തില്ല. എൻ്റെ സാറേ തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബലൂൺ, കാറ്റ് പോയ ബലൂണിനെ പോലെ നമുക്ക് ഒരു കാലെടുത്ത് മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല. കാരണം ഓക്സിജൻ പുറത്തില്ല. ഓക്സിജൻ ഇല്ല, നമ്മുടെ ശരീരത്തിൽ ചൂട് തരുന്നു, എനർജി തരുന്നു, എല്ലാം ഓക്സിജനാണ്. ഇവൻ തീർന്നു. ഞാൻ അവിടെ ഒരു 70 ഡിഗ്രി സ്ലോപ്പിൽ ഞാൻ ഇരിക്കുക. -30 ഡിഗ്രി തണുപ്പാണ്. രാത്രി 3 മണിക്കാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ലൈറ്റ് തല വെച്ചിട്ടാണ് കയറുന്നത്. എൻ്റെ തല ലൈറ്റ് കാണും. അപ്പോൾ കയറി വരുന്ന ആൾ ആരാണെന്നോ പോകുന്ന ആളാരാണെന്നോ നമുക്കറിയത്തില്ല. എല്ലാവരും ഒരേ ഡ്രസ്സൊക്കെ തന്നെ ഇട്ടിരിക്കുന്നത്. ഈ ലൈറ്റ് മുഖത്തുനിന്ന് പുറത്തോട്ട് വരുന്നതുകൊണ്ട് മുഖവും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുക. എൻ്റെ ഇടത്തെ കൈയും ഈ 2 കാലും എന്താ പറയുക മരവിച്ചു. കാരണം എൻ്റെ ശരീരത്തിലെ ഓക്സിജൻ, എൻ്റെ ചൂടില്ലാതായി. ബേസിക്കലി ചൂടില്ലാതായി. ഇത്രയും ഡ്രസ്സ് ഇട്ടിട്ടു പതുക്കെ താഴേന്ന് തണുപ്പ് വരാൻ തുടങ്ങി. കാരണം നമ്മുടെ ശരീരത്തിന് ആ ചൂടില്ല, വലത്തെ കൈ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു 15 മിനിറ്റ് ഇരുന്നപ്പോഴത്തേന് എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി. എൻ്റെ ഹാലൂസിനേഷനിലേക്ക് ഞാൻ പോകാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ഞാൻ മരിക്കാൻ പോകാമെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു 15 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് ബേസ് ക്യാമ്പിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ഷെർപ്പ അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റിനെ കൊണ്ട് വന്ന്, അപ്പോൾ അദ്ദേഹത്തിന് കയ്യിൽ എക്സ്ട്രാ ഓക്സിജൻ ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹം പോയിട്ട് ഞങ്ങളുടെ കമ്പനിക്കാർ 8400 മീറ്ററിലുണ്ടല്ലോ, അപ്പോൾ അവരോട് പോയി സംസാരിച്ച് ഓക്സിജൻ സിലിണ്ടർ അവർ കൊണ്ടുവന്നു, താഴോട്ട് കൊണ്ടുവന്നു. താഴെ 8380 മീറ്ററിൽ ഞാൻ ഇരുന്ന സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഈ ഓക്സിജൻ സിലിണ്ടറിനൊരു ത്രെഡുണ്ട്, റെഗുലേറ്ററിനൊരു ത്രെഡുണ്ട്. ഈ രണ്ടും കൂടെ കണക്റ്റ് ആവണം.
ഈ അങ്ങനെ 2 റെഗുലേറ്ററിൻ്റെ ത്രെഡും എടുത്തിട്ടും കൃത്യമായിട്ട് കണക്റ്റ് ആവുന്നില്ല. കാരണം ഇതിൻ്റെ ഈ ത്രെഡിൽ ഐസ് ഘനീഭവിച്ചിരിക്കും ഈ -30 അവിടെ ഓക്സിജൻ ലീക്കായി പോകുമായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ പറ്റാതിരുന്നിട്ട് ഈ ഷെർപ്പ അയാളുടെ ഓക്സിജൻ സിലിണ്ടറും അയാളുടെ മാസ്കും കൂടി എനിക്ക് തന്നു, ഊരി. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ 8400 മീറ്ററിലെത്തുന്നത്. അപ്പോഴത്തേന് എൻ്റെ ഒരു ജന്മം കഴിഞ്ഞ് പുതിയ ജന്മം ആയതുപോലെയായി. അപ്പോൾ അങ്ങനെ 8400 മീറ്ററിലെത്തി അവിടുന്ന് പുതിയ സിലിണ്ടർ എടുത്തിട്ട് വീണ്ടും ഞാൻ മുകളിലേക്ക് പോവാം. അപ്പോഴത്തേന് വീണ്ടും ഞാൻ പഴയ ആളായി മാറി. കാരണം ഓക്സിജൻ പുതിയ സിലിണ്ടർ കറക്റ്റായിട്ട് അവർ വെച്ച് തന്നു. വീണ്ടും ചുമച്ച് മുകളിലേക്ക് പോവാം. അങ്ങനെ എവറസ്റ്റ് 8800 മീറ്ററിൽ ഹിലാരി സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വലിയൊരു ലൈം സ്റ്റോൺ റോക്കും ഒരു ഡെഡ് ബോഡിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ കടന്നു പോയിട്ട് ഈ ലൈം സ്റ്റോൺ റോക്കിൽ നമ്മുടെ കാല് വെച്ചപ്പോൾ തന്നെ ഉരുണ്ടടിച്ച് വീണു, പലതവണ വീണു. ആ റോക്ക് ക്ലോസ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. കാരണം ഇപ്പം ഏതോ ഭൂകമ്പമൊക്കെ ഉണ്ടായത് 2015. അതിന് ശേഷം അവിടുത്തെ മൊത്തം സ്ട്രക്ചർ മാറിയിട്ടുണ്ട് ഈ ഹിലാരി സ്റ്റെപ്പിൻ്റെ. അപ്പോൾ അതുവഴി പോകാൻ ഇച്ചിരി പാടാണ്. 2-3 പ്രാവശ്യം ഉരുണ്ടടിച്ച് വീണു. ഒരു പ്രാവശ്യം ഞാൻ അവിടെ കിടന്ന ഡെഡ് ബോഡിയുടെ മേളിലോട്ട് വീണു. ഈ ഡെഡ് ബോഡിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഡെഡ് ബോഡി അവിടെ കിടക്കണം. പോകുന്ന വഴിക്ക് പല ഡെഡ് ബോഡികളും ഉണ്ട്. ഇതൊക്കെ കാണാം. അത് മരിച്ചു കിടക്കുന്നവരാണല്ലോ. ഞാനും ഏകദേശം 200ഓളം ഡെഡ് ബോഡികളോടെ ഉണ്ട്. ഞാൻ 201ാമത്തെ ആളാവേണ്ട ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അത് ഡെഡ് ബോഡി ആവാതെ തിരിച്ചു വന്നുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഈ കഥകൾ പറയാൻ പറ്റുന്നത്. അതാണ് ഈ ഒരു യാത്രയുടെ എനിക്ക് തോന്നിയിട്ടുള്ള എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. എനിക്ക് അവിടുത്തെ അത് കണ്ടിട്ട് എൻ്റെ കഥ പറയാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാനും അവിടെ ഒരാളായി മാറേണ്ടതാണ്. അപ്പോൾ ഈ ബോഡികൾ കിടപ്പുണ്ട്. നമുക്കപ്പോൾ ആ സമയം വികാരം തോന്നിയിട്ട് കാര്യമില്ല. ഇതൊക്കെ കയറാൻ വന്നവരായിരിക്കാം, ചിലപ്പോൾ കയറിയിട്ട് പോകുന്നവരായിരിക്കാം. എനിവേ അവർ മരിച്ചവരാണ്. അപ്പം പണ്ടൊക്കെ ഈ ഡെഡ് ബോഡി നോക്കിയിട്ടായിരുന്നു ആൾക്കാർ വഴി നിശ്ചയിച്ചുകൊണ്ടിരുന്നത് പണ്ടത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ ആ സമയത്ത് ഓരോ ഗ്രീൻ ബൂട്ട് അങ്ങനെ പല ഇമ്പോർട്ടൻറ്റ് ഡെഡ് ബോഡികളുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ കൃത്യമായിട്ട് താഴെ മുതൽ മേളി വരെ റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോഡി അവിടെ കിടപ്പുണ്ട്. എത്രയോ നാളുകൊണ്ട് കിടക്കുന്ന ബോഡിയാണ്. അപ്പോൾ ആ ബോഡിയുടെ മണ്ടയ്ക്ക് ഞാൻ വീണ്. പക്ഷെ അതൊന്നും ഒരിക്കലും എടുത്തു മാറ്റാത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 തൊട്ട് 40 ലക്ഷം രൂപ വരെ ചിലവാകും ഈ ബോഡി റിക്കവർ ചെയ്ത് താഴെ കൊണ്ടുവരാൻ വേണ്ടി. ഒരു ബോഡി കാരണം ഒരു എക്സ്പെഡീഷൻ പോലെ 4 പേര് പോയി ഈ ബോഡി എടുത്തുകൊണ്ട് വരണം. ഷെർപ്പന്മാർക്ക് പൈസ കൊടുക്കണം. ഷെർപ്പന്മാർക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു $10,000 വെച്ച് കൊടുക്കണം, $40,000 കൊടുക്കണം ഒരു ബോഡി കൊണ്ടുവരാൻ വേണ്ടി. കാരണം ഹെലികോപ്റ്ററിന് ആ ഉയരത്തിൽ പറക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പല വിദേശത്തെ ആൾക്കാരും അവർക്ക് റിലേറ്റീവ്സ് ഒന്നും കാണത്തില്ല. അപ്പോൾ അവർ മരിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ എറ്റേണലി അവർ അവിടെ തന്നെ കിടക്കും. അപ്പോൾ അങ്ങനെ ഇതുപോലൊരു വീഴ്ച എൻ്റെ ജീവിതത്തിൽ വീണിട്ടില്ല. എന്നിട്ട് ഞാൻ ആ കൊക്കയുടെ സൈഡിൽ പോയിട്ട് ഈ ടെൻറ്റിൻ്റെ പോൾ എടുത്തുകൊണ്ട് വന്ന് തിരിച്ചെടുത്തുകൊണ്ട് വന്ന് ടെൻറ്റ് ഫിക്സ്. ഭയങ്കര കാറ്റടിക്കുമ്പോൾ തറയിൽ കിടക്കുന്ന ഈ മഞ്ഞെല്ലാം ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. വേറെ ആരുമില്ല, ഞാനും ഇങ്ങനെ മാത്രമേ ഉള്ളൂ. രാത്രിയും പകലും ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർ തോന്നുന്ന സമയത്ത് യാത്ര ചെയ്യും അതുവഴി. സാധാരണ സമയത്താണ് മൗണ്ടൻസിലൊക്കെയാണ് യാത്ര ചെയ്യുന്നൊരു ടൈമുണ്ട്. നമ്മൾ ചിലപ്പം രാത്രി യാത്ര ചെയ്താൽ ഉച്ച കഴിഞ്ഞ് യാത്ര ചെയ്യത്തില്ല. ഇതങ്ങനൊന്നുമില്ല. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക. കയ്യിൽ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്, ഭക്ഷണമുണ്ട്, ടെൻറ്റുണ്ട്. അപ്പോൾ അങ്ങനെ പോയി അത് എടുത്തുകൊണ്ട് വന്ന് ടെൻറ്റ് ഫിക്സ് ചെയ്ത് രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഞങ്ങൾ ഈ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു വലിയ ക്രിവാസിൻ്റെ മുകളിലാണ്. വലിയൊരു കുഴിയുടെ മുകളിൽ ഒരു പാട പോലെ ഐസ് ഉണ്ടായിട്ടുണ്ട്. ആ ഐസിൻ്റെ മുകളിലാണ് ഞങ്ങൾ ഈ ടെൻറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. രാത്രി ഏതെങ്കിലും നിമിഷത്തിൽ അത് പൊളിഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അഗാധമായിട്ടുള്ള ഗർത്തത്തിൽ പോയാൽ ലോകത്തിൽ ആരും അറിയത്തുമില്ല. അതിന് മണ്ടയ്ക്ക് മഞ്ഞ് വന്ന് വീഴുകയും ചെയ്തേനെ. അവിടെ നിന്നും രക്ഷപ്പെട്ടു. നമുക്കത് വീണ് കഴിഞ്ഞാൽ പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല. വീണില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് സൂര്യൻ കുറച്ചുകൂടെയൊക്കെ ബ്രൈറ്റ് ആയപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായത് ഞങ്ങൾ ടെൻറ്റ് ക്യാമ്പ് ചെയ്ത സ്ഥലം തന്നെ അട്ടറി ഫെയിലിയർ സ്ഥലത്തായിരുന്നു ക്യാമ്പ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ദനാലി വളരെ റിസ്കി ആയിട്ടുള്ളൊരു പർവ്വതമായിരുന്നു. അത് വളരെ റിസ്ക് ആയിട്ട് തന്നെയാണ് നമ്മളത്. ഈ ആഫ്രിക്കയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? ആഫ്രിക്കയിൽ മൗണ്ട് കിളിമഞ്ചാരോയിലാണ് പോയത്. കിളിമഞ്ചാരോ പറഞ്ഞതുപോലെ ഒരു ഈസി ട്രക്കിംഗ് ആണ്. മാത്രമല്ല കിളിമഞ്ചാരോയിലുള്ള ആഫ്രിക്കൻസ് ഗൈഡുമാരായിട്ടുള്ള ആഫ്രിക്കൻസ് ഭയങ്കര സപ്പോർട്ടീവാണ്. അവരിപ്പോൾ നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെ പൊക്കിക്കൊണ്ട് പോകും. അത് നടക്കാൻ പറ്റത്തില്ല, തലയെ വെച്ചുകൊണ്ട് ഇതിൻ്റെ മുകളിലെത്തിക്കുന്ന ഒരു ഈ അടിമ വംശത്തിൻ്റെ അത് ഇതുവരെ തൊട്ട് പോകാത്ത ഒരു ആൾക്കാരാണ് ഈ പറയുന്ന ആഫ്രിക്കയിലുള്ള ആൾക്കാർ. ഈ അമേരിക്കയിലുള്ള ഗൈഡ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർ പറയുന്നത് നമ്മൾ കേൾക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും ഞാൻ പൈസ കൊടുത്തിട്ടാണോ ഇനി അവൻ്റെ പണിക്കാരനാണോ ഞാനെന്ന് നമുക്ക് തോന്നും. അമേരിക്കൻ ഗൈഡ്സ് ഷെർപ്പന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വലാണ്. അവൻ പറയും നമ്മൾ കേൾക്കും, നമ്മൾ പറയും അവൻ കേൾക്കുന്നു. ആഫ്രിക്കർ അങ്ങനെയല്ല, നിങ്ങൾ പറയുമൊന്നും വേണ്ട, നിങ്ങളെ പൊക്കി എടുത്തുകൊണ്ട് പോവുക. ഇങ്ങനെ പല സ്ഥലത്തും പല രീതിയിലുള്ള ആൾക്കാരാണ്. ഭയങ്കര പവർഫുള്ളാണ് ആഫ്രിക്കൻസിലെ ഷെർപ്പന്മാർ ഈ ആഫ്രിക്ക കൺട്രീസിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കിളിമഞ്ചാരോ കുറച്ചും എളുപ്പമാണ്. പറയുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം വെതറും വർഷത്തിൽ 365 ദിവസവും കയറാൻ പറ്റുന്ന രീതിയിലുള്ള വെതറാണ്. പിന്നെ അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ റെയിൻ ഫോറസ്റ്റാണ്, എവർഗ്രീൻ ഫോറസ്റ്റാണ്. അതിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ മൂർലാൻഡ് ആവും, അതിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ ഗ്രാസ് ലാൻഡ് ആവും, മുകളിലോട്ട് പോകുമ്പോൾ ഡെസേർട്ട് ആവും, ഏറ്റവും മുകളിൽ ഐസ് ക്യാപ്പ്.
ഇത്രയും നമുക്ക് ഒറ്റ യാത്രയിൽ തന്നെ കാണാൻ പറ്റിയ ഈ ആഫ്രിക്ക ലോകത്തിലൊരു മൗണ്ടനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് കിളിമഞ്ചാരോയുടെ ഭംഗി. അത് ശരി. നിങ്ങളുടെയൊക്കെ എൻഡ്യൂറൻസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗോ ടു കിളിമഞ്ചാരോ. അല്ലാതെ കിളിമഞ്ചാരോയിൽ പോയെന്ന് പറഞ്ഞ് വേറൊരു പർവ്വതം കയറാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്.